അങ്ങനെ ബേനെ പറ്റിയിട്ട് ഒരുപാട് ഗോസിപ്പ് കോളേജ് മൊത്തം പാടി നടക്കുകയാണ്. കുട്ടികൾ അവളെ കാണാതെ മാത്രമല്ല അവളുടെ പിന്നിൽ നിന്നും ഇങ്ങനെ സംസാരിക്കുന്നതും എല്ലാം അവൾ കേട്ടിട്ട് പിന്നെ അങ്ങോട്ട് അവൾക്ക് തീരെ വയ്യാണ്ടായി ഇതൊന്നും കേൾക്കാൻ. വാഷ്റൂമിലിരുന്ന് അങ്ങനെ കരയുന്ന ആ ഒരു സമയത്താണ് ആ വാഷ്റൂമിൻ്റെ പുറത്തു നിന്നും അവളെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നത് അവൾ കേൾക്കുന്നത്. എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിട്ട് പാനിക് അറ്റാക്ക് വരുന്നത് പോലെ ആവുകയാണ്. എന്നാൽ ആ ഒരു സമയത്താണ് ഈ പുറത്ത് നിന്ന് സംസാരിക്കുന്ന ഈ ഒരു കുട്ടികളുടെ അടുത്തോട്ട് ബേയുടെ ഫ്രണ്ടായ ലിന്നും ആ ഒരു സീനിയർ പെണ്ണും വരുന്നത്. അവർ വെറുതെ വന്നതല്ല, ഇവരാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഇവരാണ് ബേനെ പറ്റിയിട്ടുള്ള ഈ ഒരു ഫോട്ടോ എടുത്തതും പിന്നെ അവളെ പറ്റിയിട്ടുള്ള ഈ ഗോസിപ്പ് പരത്തിയതും എല്ലാം എന്ന് ഇവർ കണ്ടുപിടിച്ചിട്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എന്നാൽ ആദ്യം അവരതെല്ലാം നിഷേധിച്ചെങ്കിലും പിന്നീട് ഇവർ തക്കതായ പ്രൂഫ് കൊടുത്തതോട് കൂടിയിട്ട് പിന്നെ അവർക്ക് വാ പൂട്ടേണ്ടി വന്നു. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്താൽ എന്താ, പക്ഷെ ചെയ്തതെല്ലാം സത്യമല്ലേ, ഈ പയ്യന്മാരെ എല്ലാവരെയും ചതിച്ച് വശത്താക്കുന്ന ഈ ഒരു പരിപാടി ഈ ഒരു കോളേജിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നാൽ ഇവൾക്കും വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്ന ഇവളുടെ ഒരു ഫ്രണ്ട്സിനെല്ലാം കണ്ടപ്പോൾ ബേക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും സമാധാനവും. എന്നാൽ അപ്പോഴാണ് പണ്ട് ചെങ്ങ് ഇവളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിരുന്നല്ലോ ആ ഒരു കാര്യങ്ങളെല്ലാം അവൾ ഓർക്കുന്നത്. അതായത് ഇവളെ പറ്റിയിട്ട് ഈ ഒരു ഗോസിപ്പ് പറയുന്നവർ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ അങ്ങനെയല്ല എന്ന് നമുക്കെല്ലാം അറിയുള്ളൂ എന്നൊക്കെ അന്ന് ചെങ്ങ് പറഞ്ഞതും ഇവൾ ഓർത്തുകൊണ്ട് പിന്നെ ഇവൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. അവൾ ഒരിക്കലും തളരില്ല എന്നൊക്കെ ഇങ്ങനെ അവൾ മനസ്സിലിങ്ങനെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നേരെ പുറത്തോട്ട് വരും. അതും ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഇടയിലോട്ട്. എന്നാൽ പെട്ടെന്ന് ബേനെ കണ്ടതും ഇവരും ആകെ ഒന്ന് ഷോക്കായി. എന്നിട്ട് ബേനോട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ പറയും പിന്നെ അല്ലാതെ എനിക്കെന്താ പ്രശ്നം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ആകെ തളരുമെന്ന്. പിന്നെ അതൊക്കെ പോട്ടെ, ഈ ഒരു പറഞ്ഞുണ്ടാക്കിയ ഇവർ ഓക്കെയാണോ, ഇവർക്ക് മെൻ്റലി എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലാതെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാൻ ശ്രമിക്കാത്ത ഇവരൊക്കെ ഇങ്ങനെ ഈ ഒരു കോളേജിൽ ബാക്കിയുള്ളവരെ പറ്റി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിൽ അവരും പറയും ഞങ്ങൾ ഒരിക്കലും കള്ളത്തരമൊന്നുമല്ല അടിച്ചിറക്കിയത്, നിന്നെ അവരുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതാണ് ഞങ്ങളിവിടെ ഫോട്ടോ എടുത്ത് അയച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇവൾ അപ്പോഴും പറയും നിങ്ങൾക്ക് അങ്ങനെ കയക്കുന്നതിന് മുന്നേ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ഇത്രയും ക്യൂരിയോസിറ്റിയുള്ള നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കാമായിരുന്നു എന്നും പറയുന്നു. എന്നിട്ട് ഇവൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് അതിന് സമയമില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞുണ്ടാക്കുന്ന ആ ഒരു സീനിയേഴ്സ് ആയിട്ടുള്ള യുവിനെയും ചെങ്ങിനെയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരാം, എന്നിട്ട് നിങ്ങൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കി എന്ന് പറയുന്നു. പിന്നെ അങ്ങോട്ട് ഇവൾ ഒരുപാട് ഡയലോഗൊക്കെ അടിച്ചിട്ട് അവരുടെ വായ അങ്ങോട്ട് അടപ്പിക്കുകയാണ്. എന്നിട്ട് ശേഷം അവൾ പുറത്തോട്ട് പോകുന്നു. എന്നാൽ ഇവൾ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത് കണ്ടിട്ട് ഇവളുടെ ഫ്രണ്ട്സിന് ഭയങ്കര സന്തോഷം. എന്നിട്ട് അവൾ അഭിനന്ദിക്കുകയും ചെയ്യും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന്. അതിൽ ബേ പറയുകയാണ് സത്യത്തിൽ ഞാൻ അവിടെ പേടിച്ച് വിറച്ചുകൊണ്ടായിരുന്നു ആ പറഞ്ഞതെല്ലാം, ഇങ്ങോട്ട് നോക്കിയാൽ ഇപ്പോഴും എൻ്റെ ആ ഒരു വിറ മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ വിറച്ചുകൊണ്ടിരിക്കുന്ന കൈയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ശേഷം അവൾ ഇവരോട് താങ്ക്സ് പറയുന്നുണ്ട്. അതായത് ഇവർ ഒരു CCTV ഫുട്ടേജും എല്ലാം നോക്കിയിട്ടുണ്ട്, അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടികളാണ് അത് ചെയ്തതെന്നൊക്കെ ഇവർ കണ്ടുപിടിച്ചത്. അതിൽ അവർ പറയുന്നത് ആ ഒരു CCTV ഫുട്ടേജ് അത് ഞങ്ങളുടെ ഐഡിയ അല്ല, അത് ചെങ്ങാണ്. ചെങ്ങ് ടീച്ചേഴ്സിനോട് അവൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് ആ ഒരു ഫുട്ടേജ് എല്ലാം എടുത്തത് അവനാണ് എന്ന് പറയുന്നു. പിന്നെ ഒരു സീനിയർ പെണ്ണ് പറയുന്നുണ്ട് ചെങ്ങ് നിനക്ക് എന്തോ ഒരു മെസ്സേജ് അയച്ചിരുന്നു, നീ അതിന് റീപ്ലൈ കൊടുത്തിട്ടില്ലെന്നൊക്കെ പറയുന്നു. എന്നാൽ ചെങ്ങാണ് ഇതെല്ലാം ചെയ്തതെന്ന് അറിഞ്ഞിട്ട് അവൾക്ക് എന്തോ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഫീൽ ആവുകയാണ്. അവൻ്റെ ഒരു നല്ല ഭാഗം ഇവൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ പോവുകയാണ്. പോകുന്നത് നേരെ ചെങ്ങിൻ്റെ അടുത്തോട്ട്. ചെങ്ങാണെങ്കിൽ കോമിക് റൂമിൽ അവന് എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ വരച്ച് അറിയാതെ ഒന്ന് മയങ്ങിപ്പോയിട്ടുണ്ടാകും. ബേ വന്നിട്ട് അവനെ നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കം. പിന്നെ ബേ ഉണർത്താനൊന്നും നിന്നില്ല, കുറച്ച് അപ്പുറത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചെങ്ങ് ഇങ്ങനെ ഉണർന്നപ്പോൾ ഇവളെയാണ് കണ്ടത്. എന്നിട്ട് ഇവളോട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ബേ അപ്പോൾ തന്നെ ഇവനോട് പറയുകയാണ് താങ്ക്സ് ഒക്കെ. എന്നിട്ട് അവളിങ്ങനെ ഹെൽപ്പ് ചെയ്തതല്ലേ അതിനൊരു താങ്ക്സ് പറയുമ്പോൾ അവൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതൊന്നുമല്ല, ആ ഒരു നിന്നെ പറ്റി പറഞ്ഞുണ്ടാക്കിയതാണെങ്കിലും അതിൽ ഞാനും ഒരു ഭാഗമല്ലേ, അപ്പോൾ എനിക്ക് എൻ്റെ സിൻസിയാരിറ്റി ഇവിടെ പുറത്ത് കാണിക്കണമായിരുന്നു, അതിനു വേണ്ടി ചെയ്തതാണെന്നൊക്കെ ഇവർ ഭയങ്കര ജാടയിട്ട് പറയുമ്പോൾ ബേക്ക് അതെല്ലാം അറിയാം അവൾക്കും വേണ്ടിയും കൂടിയാണെന്ന്. പിന്നെ അവൾ പറയുന്നത് ഇവൻ്റെ ആ ഒരു വൈസ് പ്രസിഡൻറ്റിൻ്റെ ആ ഒരു സ്ഥാനമുണ്ടല്ലോ അവൾ ആക്ച്വലി ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, എന്നിട്ട് അവൾ അത് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നും പറയും. അത് കേട്ടതും ഇവിടെ ചെങ്ങിനും ഭയങ്കര സന്തോഷമാകും. എന്നിട്ട് പറയും വെറുതെ അക്സെപ്റ്റ് ചെയ്താൽ പോരാ, ഈ ഒരു ക്ലബിന് വേണ്ടിയിട്ട് ഇനി ഒരുപാട് റെസ്പോൺസിബിലിറ്റി നിൻ്റെ തലയിലാണെന്ന് പറയുമ്പോൾ അവൾക്ക് അതെല്ലാം ഒരു കുഴപ്പവുമില്ല. എന്നിട്ട് പിന്നെ ചെങ്ങ് പറയുന്നത് എന്നാൽ പിന്നെ നിനക്ക് പുതിയൊരു ടാസ്ക് തരാം, നമ്മുടെ ഈ വരാൻ പോകുന്ന ഒരു ഇവൻ്റ് ഉണ്ടല്ലോ ആ ഒരു കോമിക് ക്ലബിൻ്റെ ഇൻ്റർ യൂണിവേഴ്സിറ്റി എല്ലാവരും കൂടിയുള്ള ഒരു കോമ്പറ്റീഷൻ, അതിലോട്ട് ഒരു പുതിയ എന്തെങ്കിലും ഐഡിയകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കേട്ടതോട് കൂടിയിട്ട് അവൾ പറയും ഇത്രയും ഞാൻ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല, എനിക്ക് എന്തായാലും കുറച്ച് ആലോചിക്കാൻ സമയം വേണമെന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോവുകയാണ്.
എന്നാൽ പോകുന്നതിൻ്റെ മുന്നേ ചെങ്ങിനോട് ഭയങ്കര സ്വരമൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് പറയും, ഇങ്ങനെ ഇവിടെ കിടക്കുന്നതിന് പകരം ആ സോഫയിൽ നീണ്ടു നിവർന്ന് കിടന്നാൽ നിനക്ക് ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും എന്നും അവനെ ഒന്ന് കെയർ ചെയ്യുന്നത് പോലെ അവൾ സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ അതും ഇവിടെ ഈ ഒരു ചെങ്ങിന് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അവനും അറിയാതെ ഒന്ന് ചിരിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇങ്ങനെ ഒരു ഗോസിപ്പ് എല്ലാം പരത്തി ആ ഒരു 2 പെൺകുട്ടികളുണ്ടല്ലോ, അവർക്ക് കോളേജിൻ്റെ വക നല്ല തക്കതായിട്ടുള്ള ഒരു പണിഷ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇനി ഒരു സത്യം അറിയാതെ ആരെ പറ്റിയെങ്കിലും ഇങ്ങനെ ഗോസിപ്പൊക്കെ ഇറക്കുന്നതിനെതിരെയായിട്ട് കോളേജ് നന്നായിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറും ഇറക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി കാണിക്കുന്നത് കോമിക് ക്ലബ്ബിൽ ഒരു മീറ്റിംഗ് ആണ്. മീറ്റിങ്ങിൽ നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ചെങ്ങ് അവന് 2 കാര്യം പറയാനാണ് ഈ മീറ്റിംഗ് അർജൻറ്റായിട്ട് ഇപ്പോൾ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം അവന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു കോമിക് ക്ലബ്ബ് ഒരുപാട് ഉയർച്ചയും താഴ്ചയും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ഈ ഒരു ക്ലബിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത ഒരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തിയെ ഞാൻ ഇവിടെ വൈസ് പ്രസിഡന്റ് ആക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സിഒ വിചാരിക്കും അവനാണെന്ന്. എന്നിട്ട് അവന് പെട്ടെന്ന് ഇത് ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ എനിക്ക് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ വയ്യ, ഞാൻ ഒരിക്കലും വൈസ് പ്രസിഡന്റ് ആവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഇവിടെ ചെങ്ങനൊക്കെ ദേഷ്യം വിട്ടിട്ട് പിന്നെ അവന് തന്നെ പറയും ആ ഒരു വ്യക്തിയെ നിൽക്കുന്ന ബേ ആണെന്ന്. അത് കേട്ടതും ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം, ബേക്കൊക്കെ ഭയങ്കരമായിട്ട്. എന്നാൽ പെട്ടെന്ന് തൻ്റെ ആ ഒരു അബദ്ധം മനസ്സിലാക്കി പിന്നെ ആ ചമ്മലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സിയും ഇവളെങ്ങനെ അഭിനന്ദിക്കുന്നതിലൊക്കെ കൂട്ടുകൂടുകയാണ്. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇവരുടെ ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, വരുന്ന കോമ്പറ്റീഷൻ, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പുതിയ ഐഡിയകൾ ഓരോരുത്തരായിട്ട് അവരവരുടെ ഐഡിയകളൊക്കെ പറയാൻ വേണ്ടി പറയും. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയും. പിന്നെ ലിന്നി പറഞ്ഞിട്ടുള്ള ആ ഒരു ഐഡിയ അതെന്താണെങ്കിലും സിഒ അവളുടെ കൂടെ നിൽക്കും, എന്നിട്ട് ആ ഒരു ഐഡിയക്കും വേണ്ടിയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാമെന്നും അവന് പറയുന്നു. ഇനി അടുത്തതായിട്ട് ബേ പറയുന്ന അവളുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഇപ്പോൾ കുറച്ച് മുന്നേ അവരുടെ ആ ഒരു ബ്ലാക്ക് ബോർഡിൽ ആ ഒരു പുതിയ സീസൺ 3ൻ്റെ ആ ഒരു പടം വരച്ചിരുന്നല്ലോ, അത് പുറത്ത് ആരും അങ്ങനെ അറിയാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അത് വെച്ചിട്ട് നമുക്കൊരു പസിൽ ഉണ്ടാക്കാം. ആ പസിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവർക്ക് നമ്മുടെ കയ്യിലുള്ള ബ്ലാക്കിൻ്റെ ശരിക്കുമുള്ള ആ ഒരു ഡ്രോയിങ് ഉണ്ടല്ലോ, അത് നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കാമെന്നും പറയുന്നു. അത് കേട്ടതും എല്ലാവർക്കും അത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നി. പിന്നെ അത് മാത്രമല്ല, അവർ ഈ ഒരു കോമ്പറ്റീഷൻ ഇത്രയും എഫേർട്ട് ഇടുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അതായത് ഈ ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്നവർക്ക് ഒരു ക്യാഷ് പ്രൈസ് ആണ്. ഇപ്പോൾ ഈ ഒരു കോമിക് ക്ലബിന് പുതുതായിട്ട് ഒരു ഫണ്ടിങ്ങോ സ്പോൺസർഷിപ്പോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ക്യാഷ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്യുക എന്നതും വളരെ അത്യാവശ്യമാണ്. ഇനി അടുത്തതായി കാണിക്കുന്നത് ആ ഒരു കോമ്പറ്റീഷൻ സ്ഥലമാണ്. ഇവിടെ എല്ലാ കോളേജും അവരവർക്കായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ അവരവരുടെ ഓരോ ക്രിയേറ്റിവിറ്റിയും പിന്നെ ഓരോ ഐഡിയകളും എല്ലാം അവിടെ പ്രസൻറ്റ് ചെയ്യണം. എന്നിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആ ഒരാൾക്ക് ആണ് ആ ഒരു സമ്മാനം കിട്ടുന്നത്. എന്നിട്ട് എല്ലാ കോളേജും മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അവർക്ക് തന്നെ ആ ഒരു പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഠിന പരിശ്രമത്തിലാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അവരും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബേയും ലിന്നും അവരുടെ ആ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ ഇവിടെ ഓൾറെഡി സിഒയും ചെങ്ങൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ട് അവർ ഏകദേശം വർക്കൊക്കെ കഴിയാനായിട്ടുണ്ട്. എന്നാൽ സിഒ ലിന്നിനെ കണ്ടതും പിന്നെ അവളെയും കൂടി പല സാധനങ്ങളും കാണിച്ചു തരാമെന്ന് പറഞ്ഞു കൊണ്ടുപോവുകയാണ്. അങ്ങനെ ബേ അവളിങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ഇവിടെ അകത്ത് ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ചെന്നി ഇവളിങ്ങനെ പെട്ടെന്ന് കണ്ടതോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ബേ വിചാരിക്കും ഇവൻ എന്താ ഇങ്ങനെ നോക്കുന്നത്. എന്നിട്ട് പറയും തൻ്റെ ഡ്രസ്സ് ഭയങ്കര കാഷ്വലായി, അതാണോ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവന് പെട്ടെന്ന് ഞെട്ടിയിട്ട് ആക്ച്വലി അവൻ ഇവളിങ്ങനെ കണ്ടപ്പോൾ വെറുതെ നോക്കി നിന്നതായിരുന്നു. എന്നിട്ട് ഇവൾ എന്താ ഈ പറയുന്നതെന്ന രീതിയിൽ അവന് പറയും അതൊന്നുമല്ല, പിന്നെ നിൻ്റെ ഡ്രസ്സ് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനൊരു പ്രതികരണം, അതായത് പ്രത്യേകിച്ച് ഡ്രസ്സിനെ പറ്റിയൊക്കെയുള്ള ഒരു കോംപ്ലിമെൻറ്റ്സ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ അവൾ അകത്തോട്ട് കയറാൻ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നത്. ആ പയ്യന് ഇവിടെ ബേൻ്റെ ലൈഫിൽ, അതും അവളുടെ പഴയ കാല ട്രോമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. എന്നാൽ ഇവനെ ഇങ്ങനെ കണ്ടതോടുകൂടി ഇവൾ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ആ ഒരു പയ്യൻക്കാണെങ്കിലോ ഇവിടെ ബേന് അങ്ങനെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അവൻ ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോഴാണ് ഇവരുടെ ഒരു പോസ്റ്റർ അവിടെ വീഴാൻ പോകുന്നത്. അതിൽ ഇവന് അത് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ബേ ഷോക്കടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഇവിടെ ചെങ്ങ് അവളെ ജസ്റ്റ് ഒന്ന് വഴക്ക് പറയുകയാണ്, നീ എവിടെ നോക്കിയാൽ നിൽക്കുന്നതെന്ന്. അതിൽ ബേ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് ഞാൻ ഇപ്പോൾ വരാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്നാൽ അവൾക്ക് മുന്നോട്ട് അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല. അവൾ വീഴാൻ പോകുന്നത് പോലെ ആയപ്പോൾ അവൾ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് അവിടെ. എന്നാൽ ഈ ഒരു പയ്യനാണെങ്കിലും ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് അവൾക്ക് മനസ്സിലാകുന്നു ആ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ അത് ഇവരുടെ കോളേജിലാണ് പഠിക്കുന്നത്. കാരണം ഇവരുടെ പോസ്റ്ററിൽ അധികവും ബ്ലാക്കിനെ പ്രൊമോട്ട് ചെയ്തിട്ടാണ്. എന്നിട്ട് നിങ്ങൾ ഏത് കോളേജിലാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ വിശേഷങ്ങളൊക്കെ അറിയുകയാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഇവളിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ഈ ഒരു പയ്യൻ ഇവളുടെ അടുത്തോട്ട് വന്നിട്ട് നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നീ നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യുകയാണ്. എന്നാൽ ഇവളാണെങ്കിലോ ഇയാളെ കാണാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലോ ഇവളുടെ ഈ ഒരു മുഖമെല്ലാം കണ്ടിട്ട് ചെങ്ങിന് എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്.
ചെങ്ങ അതുകൊണ്ട് തന്നെ ഈ ഒരു പയ്യനോട് പറയും, ഞങ്ങൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ, അപ്പോൾ നിങ്ങൾ പോയിട്ട് പിന്നെ വാ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കുകയാണ്. എന്നാൽ ബേ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. എന്നിട്ട് ബേനോട് ചോദിക്കും, എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് പറയും, ഇല്ല എനിക്കൊന്നുമില്ല, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോവുകയാണ്. അതിൽ ചെങ്ങിനും സിയോക്കും മനസ്സിലായിട്ടുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന്. അതിൽ ഇവർ പറയുമ്പോൾ അവർക്കും ഒരു ഐഡിയയുമില്ല. അങ്ങനെ പിന്നെ ഇവളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നത്. ഇവളുടെ സ്കൂൾ ലൈഫിൽ ഇവളെ ബുള്ളി ചെയ്തിരുന്ന ഒരു കൂട്ടം പയ്യന്മാരുണ്ടായിരുന്നു. അതിലെ ലീഡറായിരുന്നു ഈ പയ്യൻ. എന്നിട്ട് ഇവളിങ്ങനെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒഴിഞ്ഞൊരിടത്ത് വെച്ചിട്ട് ഇവളെ നന്നായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. മാത്രമല്ല ആ ഒരു ബുള്ളിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവളുടെ ഹെയറൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഹെയർ, ഇനി ഇതിന് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ ഇവളെ ചെയ്തിട്ടുണ്ട്. ഇവൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ ആലോചിച്ചുകൊണ്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ അതേസമയം ഇവിടെ ചെങ്ങും ആ ഒരു ടീം എല്ലാവരും കൂടെ ആ ഒരു പ്രിപ്പറേഷനൊക്കെ നടത്തുന്നതിൻ്റെ ഇടയിലോട്ടാണ് ആ ഒരു സീനിയർ പെണ്ണ് വരുന്നത്. സീനിയർ പെണ്ണ് മറ്റൊന്നിനുമല്ല ഇവനെ ഒന്ന് മുട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവനോട് പറയും, നമുക്ക് ഇവിടെ നല്ല അടിപൊളി ഒരു പിസ്സ കിട്ടുന്ന ഷോപ്പുണ്ട്, നമുക്ക് അവിടെ പോയി കഴിച്ചാലോ എന്ന് പറയുമ്പോൾ ഇവൻ അതിന് തീരെ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. മാത്രമല്ല അവൻ ഇപ്പോൾ വിശക്കുന്നില്ല എന്നൊക്കെ പറയും. പിന്നെ അവന് ഭയങ്കര ബിസിയാണെന്നും പറയും. അതിൽ പിന്നെ സീനിയർ പെണ്ണ് പറയും, എന്നാൽ പിന്നെ ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാം, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇരുന്ന് കഴിക്കാമെന്ന് പറയുമ്പോഴും അവനൊന്നും മറുപടി കൊടുക്കുന്നില്ല. എന്നാൽ ഇവിടെ ബേ അതേസമയം ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു പയ്യൻ ഇവളെയും തേടി വന്നിരിക്കുന്നത്. ആ പയ്യനിക്ക് നല്ല ഒരു സംശയമുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. എന്നാൽ ഈ ഒരു പയ്യൻ ഇങ്ങനെ പെട്ടെന്ന് വന്നതോട് കൂടിയിട്ട് അവളിങ്ങനെ ഓടി ഒളിക്കാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് പയ്യൻ ഇവളെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവല്ലേ, നിന്നെ ഞാൻ എവിടെയോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ ആ ഒരു സമയത്താണ് ഇവിടെ യു കയറി വരുന്നത്. യുവിന് മനസ്സിലായി ഇവളുടെ മുഖത്ത് ഈ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആണെന്ന്. എന്നിട്ട് അവൻ്റെ ഫ്രണ്ടിനെ തൊട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യു വരുന്നത്. അതിൽ ഇവനും ഈ ഒരു പയ്യനും പറഞ്ഞിട്ട്, ഞാൻ ഫ്രണ്ടിനെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, നിൻ്റെ ഫ്രണ്ടിനെ ഞാനും എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിടിച്ച് നിർത്തിയതാണെന്ന് പറയുന്നു. അതിൽ ഇവളോട് ചോദിക്കും, നിനക്ക് ഇവനെ അറിയോ എന്ന്. അതിൽ ഇവൾ കള്ളം പറയുകയാണ്, ഇല്ല എന്ന് പറയുമ്പോൾ യു പറയും, കേട്ടില്ലേ ഇവൾക്ക് നിന്നെ അറിയില്ല, പിന്നെ എന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബേനെയും കൂട്ടിയിട്ട് ഇവന് നേരെ ഈ ഒരു പരിപാടിയിലോട്ട് വരുന്നു. എന്നാൽ ബേയും ഇവനും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോൾ തന്നെ യുവിൻ്റെ മൂടെല്ലാം പോയി. എന്നിട്ട് യു ആണെങ്കിലോ ഇവരിങ്ങനെ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്ന ആ ഒരു ബ്ലാക്കിൻ്റെ ഒറിജിനൽ ആ ഒരു ഡ്രോയിങ് ഉണ്ടല്ലോ, അതിങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്ത് വെച്ച് നിൽക്കുകയാണ്. അതിൽ യു അത് എടുത്തിട്ട് ഇതാണോ നിങ്ങളുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ ഇവിടെ ചെങ്ങിന് തീരെ ഇഷ്ടപ്പെടാതെ ചെങ്ങ് അത് വാങ്ങിച്ചിട്ട് പറയും, ഇത് അങ്ങനെ എല്ലാവർക്കും കാണാനുള്ളതൊന്നുമല്ല, ഇത് ബ്ലാക്കിൻ്റെ ഒറിജിനൽ ഡ്രോയിങ്സ് ആണ് എന്ന് പറയുന്നു. അത് കേട്ടതും യു ഒന്ന് ഞെട്ടും. കാരണം അവന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ആ ഒരു കാര്യം അവൻക്ക് കൊടുക്കാൻ പറ്റിയതുമില്ല, മാത്രമല്ല ഇവൾക്ക് കിട്ടിയതുമുണ്ട്. അതിൽ ബേക്ക് ദേഷ്യം പിടിച്ചിട്ട് ചെങ്ങിനോട് പറയും, അവനൊന്ന് നോക്കിയാൽ എന്താ പ്രശ്നം, അവൻ കണ്ടോട്ടെ എന്ന് പറയുമ്പോൾ ചെങ്ങ് പറയും, എന്നാൽ പിന്നെ നീ നന്നായിട്ടൊന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആക്ച്വലി യു അവൻ ഈ വന്നിരിക്കുന്നത് തന്നെ ഇവൾക്ക് ആ ഒരു ഡ്രോയിങ്സ് കൊടുക്കാനാണ്. അവൻ പലതവണ അത് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവൻ ഇതുവരെ കൊടുത്തിട്ടേയില്ല. അപ്പോൾ ഈ ഒരു പരിപാടിൻ്റെ അന്നെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴോ അവൾക്ക് ഒറിജിനൽ സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെങ്ങ് ദേഷ്യം പിടിച്ചുകൊണ്ട് അവന് പുറത്തോട്ട് പോവുകയാണ്. എന്നാൽ അവൻ്റെ കയ്യിൽ അവന് ഓൾറെഡി ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആ ഒരു സീസൺ 3യുടെ AI ഫോം ഉണ്ടല്ലോ, അത് അവന് ആ ഒരു ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ കണ്ട ഒരു വേസ്റ്റ് ബിന്നിൽ അങ്ങനെ ഇടുകയാണ്. എന്നാൽ ഇവിടെ യു പോയതിന് ശേഷം ചെങ്ങിനോട് ഇവൾ പറയുകയും ചെയ്യും, അവനോട് എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്, കുറച്ച് നൈസായിട്ടൊക്കെ പെരുമാറാൻ പഠിക്കുക എന്നൊക്കെ. പിന്നീട് ഇവർ തമ്മിൽ ഒരു ചെറിയ പിണക്കമാണ്. എന്നാൽ ഇവർ രണ്ടുപേരും അങ്ങനെ മിണ്ടുന്നുമില്ല. മാത്രവുമല്ല ബേക്ക് എന്തോ ഒരു ഭയങ്കര വിഷമമുള്ളതുപോലെ അവൾ ആരോടും ഒന്നും മിണ്ടാതെ ഒരു മൂലക്കിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടും അങ്ങനെയാണ് ഇരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ആ ഒരു പസിൽ കോമ്പറ്റീഷനൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അതിൽ ഒരുത്തൻ വിൻ ചെയ്തു വരുന്നു. എന്നിട്ട് അവൻക്ക് ബ്ലാക്കിൻ്റെ ആ ഒരു ഒറിജിനൽ ഡ്രോയിങ് ഗിഫ്റ്റായിട്ട് കിട്ടേണ്ടതാണ്. എന്നിട്ട് ഇവളാണ് അത് കൈമാറേണ്ടത്. എന്നാൽ ഇവളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ പയ്യൻ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇവൾ കേൾക്കുന്നതേയില്ല. അവസാനം ഇത് കണ്ട ചെങ്ങ് പറയും, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്, അവൻക്ക് ഗിഫ്റ്റ് കൊടുക്കുകയെന്ന്. അങ്ങനെ പിന്നെ അവൾ കൊടുക്കുന്നു. ശേഷം അവൾ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നു. എന്നാൽ കുറച്ചധികം സമയം കഴിഞ്ഞിട്ടു ബേയുടെ ആ ഒരു ഇരുത്തത്തിന് ഒരു കുറവുമില്ല. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ലിന്നൊക്കെ വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്കെന്തോ പനിക്കുന്നുണ്ടോ, നീ എന്താ ഇങ്ങനെ ആകെ ടയർഡായിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് അവൾക്ക് വിശക്കുന്നുണ്ട്, അതാകാമെന്ന് കള്ളം പറയുകയാണ്. അതിൽ സീനിയർ പെണ്ണ് പറയും, എന്നാൽ നിനക്ക് വിശക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ടുപോവുകയാണ്. ഇവർ 3 പേരും കൂടിയാണ് പോകുന്നത്. എന്നാൽ ചെങ്ങിന് മനസ്സിലായിട്ടുണ്ട് വേറെന്തോ പ്രശ്നമാണെന്ന്. എന്നാൽ അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് പറയും, എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് വേഗം ഇങ്ങോട്ട് തന്നെ വരണേ, ഇവിടെ ഒരുപാട് വർക്ക് ഉണ്ടെന്നും പറയുന്നു. ആക്ച്വലി അവളെ കൂടുതൽ ഇവൻ്റെ കണ്ണു മുന്നിൽ നിന്നും അവൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ പറയുന്നത്.
അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യു കയറി വരുന്നത്. യുവും ഇവളുടെ ഒരു മുഖമൊക്കെ കണ്ടിട്ട് ആ ഒരു പയ്യൻ ഇനി വരില്ല, അവനെ അപ്പോഴേ നമ്മൾ ഓടിച്ചതല്ലേ എന്ന് പറയുന്നു. അതിൽ ഇവൾ പറയും ആ ഒരു പയ്യനൊന്നുമല്ല പ്രശ്നം, എനിക്ക് വിശന്നിട്ടാണ്, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പോവുകയാണ്. ഇനി ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഈ ഒരു പയ്യൻ വീണ്ടും വരുന്നു. ഇവളെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അവനക്കൊരു കാര്യം മനസ്സിൽ കിട്ടിയ പിന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാതെ അവന് പോകത്തേ ഇല്ല എന്ന് മനസ്സിലാക്കുക. വീണ്ടും വന്നിട്ട് നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു സീനിയർ പെണ്ണ് പറയും, നിനക്ക് ഇതേ ഡയലോഗ് പറഞ്ഞ് മതിയായിട്ടില്ലേ, എത്രാമത്തെ തവണയാണ് ഇവളുടെ പിന്നാലെ, ഇവൾക്ക് നിന്നെ അറിയില്ല എന്ന് പറഞ്ഞതല്ലേ എന്നും ഇങ്ങനെ ഈ ഒരു സീനിയർ പെണ്ണ് അവനുമായിട്ട് വഴക്കിടുമ്പോൾ അവന് പെട്ടെന്ന് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഈ ഒരു പെണ്ണാണോ നീ? എന്നാൽ ഇവളുടെ ഒരു പഴയ ഒരു തടിച്ചയായിട്ടുള്ള ഈ ഒരു ഫോട്ടോ കണ്ടതോടുകൂടി ഇവിടെ ബേ ആകെ പേടിക്കുകയാണ്. കാരണം അവന് ഇവിടെ എല്ലാവർക്കും ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുമോ എന്ന് പേടിച്ചുകൊണ്ട്. എന്നിട്ട് ആ ഒരു സീനിയർ പെണ്ണിനും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ബേൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, നിൻ്റെ ആ ഒരു മുടി അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുടി കയറി പിടിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇവിടെ സീനിയർ പെണ്ണ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പറയും, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ബഹളം വെക്കും, എല്ലാവരെയും ഞങ്ങൾ ഇവിടെ വിളിച്ചു കൂട്ടും, പിന്നെ ഇതിൻ്റെ കാര്യം കട്ടപ്പോകുകയാണ് എന്നൊക്കെ പറയുന്നു. എന്നാൽ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സ്ഥലം അത്ര സേഫ് അല്ലെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ഈ ഒരു പയ്യൻ. പിന്നെ അവന് വേഗം അവിടെ നിന്ന് പോവുകയാണ്, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇവളിങ്ങനെ ഭയങ്കര പേടിച്ച് നിൽക്കുമ്പോൾ ഇവിടെ സീനിയർ പെണ്ണ് വന്നിട്ട് പറയും, അവനിക്ക് എന്തോ ഭ്രാന്താണെന്ന് തോന്നുന്നു, നിനക്ക് ഒന്നും പറ്റിയിട്ടില്ല, അവൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമാധാനിക്കുന്നുണ്ട്. എന്നാൽ ബേ പറയുകയാണ് അവൾക്ക് എന്തോ ഭയങ്കര ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യുകയാണ്, തനിക്ക് കുറച്ച് നേരം തനിയെ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സീനിയർ പെണ്ണിനെ അവൾ പറഞ്ഞയക്കുകയാണ്. എന്നാൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയതല്ലേ, സീനിയർ പെണ്ണ് മാത്രം തനിച്ച് വരുന്നത് കണ്ടിട്ട് ഈ ഒരു ചെങ്ങ് അവളെ വിളിക്കുകയാണ്. എന്നാൽ ഇത്രയും കാലമായിട്ട് ചെങ്ങ് അവളെ ഇതുവരെ പേര് പോലും വിളിച്ചിട്ടില്ല. എന്നാൽ ഇങ്ങനെ ഒരു വിളി കേട്ടതോടുകൂടി അവൾ ഭയങ്കര സന്തോഷത്തോടെ ഓടി വരുമ്പോൾ ചോദിക്കുന്നതോ ബേ എവിടെയാണെന്ന്. എന്നാൽ അത് കേട്ടതും ഈ ഒരു സീനിയർ പെണ്ണിന് കുറച്ച് വിഷമം വരുന്നു. എന്നിട്ട് അവൾ പറയുകയാണ് അവൾക്ക് തനിയെ നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവളെ അവിടെ ഇരുത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്നു. അതിൽ പിന്നെ ചെങ്ങ് പറയും, എന്നാൽ ഞാനൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇരിക്കുന്ന അതേ സ്ഥലത്തോട്ട് തന്നെ ഇവന് പോവുകയാണ്. എന്നാൽ അവൾക്കാണെങ്കിലോ അവൾ ഭയങ്കര വിഷമിച്ച് നിൽക്കുകയാണ്. അവൾക്ക് ബ്ലാക്കിൻ്റെ എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കാൻ കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും. എന്നാൽ അവൾക്ക് അതിപ്പോൾ കിട്ടാത്തത് കൊണ്ട് തന്നെ അവന് വരച്ച ഒരു ഫോട്ടോയും നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങോട്ടാണ് ചെങ്ങ് വരുന്നതും. എന്നിട്ട് അവളോട് നീ ഇവിടെ തനിയെ നിൽക്കണം, നമുക്കൊരു ഡ്രിങ്ക് എന്തെങ്കിലും കുടിച്ചിട്ട് വന്നാലോ എന്നും പറഞ്ഞുകൊണ്ട് അവളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ പിന്നെ അവർ ജസ്റ്റ് ഒരു ഡ്രിങ്കൊക്കെ കുടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവൻ ചോദിക്കുന്നത് നിനക്ക് എന്താ പറ്റിയതെന്ന്. എന്നാൽ അവൾ ഒന്നുമില്ലെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ചെങ്ങ് പറയും, നിനക്കൊരു കാര്യം അറിയോ, ഞാൻ സൈക്കോളജിയാണ് പഠിക്കുന്നതെന്ന്, നിനക്ക് നിൻ്റെ ഈ ഒരു മുഖം കണ്ടാൽ തന്നെ അറിയാം നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. എന്നിട്ട് അവളോട് അത് പറയാൻ വേണ്ടിയിട്ട് പറയുന്നു. എന്നാൽ അത് കേട്ടിട്ട് ബേ ഒന്ന് ആലോചിച്ചിട്ട് അവൾ ഒരു കാര്യം പറയുകയാണ്, നിൻ്റെ ഒരു ഫ്രണ്ട് നിന്നിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറച്ചു വെക്കുന്നു എന്നുണ്ട് എന്ന് നീ പിന്നീട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ അവരുമായിട്ട് ഫ്രണ്ട് ആകുമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഇവളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇവിടെ ചെങ്ങിന് മനസ്സിലായത് കൊണ്ട് തന്നെ ചെങ്ങ് പറയും, നിനക്ക് വേറൊരു കാര്യം അറിയോ, നിന്നെ എനിക്ക് ഫസ്റ്റ് മുതൽ ഇഷ്ടമില്ലായിരുന്നു. കാരണം നീ എപ്പോഴും കള്ളം മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ, നിന്റെ വായിൽ നിന്നും സത്യം വളരെ റയറായിട്ടായിരുന്നു വന്നിരുന്നത്. പിന്നീട് നിൻ്റെ ഓരോ കള്ളത്തരം ഞാനിങ്ങനെ അനലൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ ഒരു കള്ളത്തരം അത് നീ നിന്നിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പറയുകയാണ്, അത് മറ്റാർക്കും ഉപദ്രവമാവാതെ നിനക്ക് എന്തോ തരത്തിലുള്ള ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പറയുകയാണെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസമൊക്കെ അല്ലേ ഈ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇനി അതല്ല നിനക്ക് എന്നോട് പറയാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നീ നിൻ്റെ വേറൊരു ഫ്രണ്ടിനോട്, നിനക്ക് ഏറ്റവും വിശ്വാസമായിട്ടുള്ള ഒരു ഫ്രണ്ടിനോട് നീ നിൻ്റെ പ്രശ്നങ്ങളെല്ലാം പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന് സൈക്കോളജിക്കലി ഒരു ക്ലാസ്സും എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കയ്യിലുള്ള ഒരു നോട്ടിൽ അവന് ജസ്റ്റ് ബ്ലാക്കിൻ്റെ ആ ഒരു കോമിക് ബുക്കിലെ ഒരു കഥാപാത്രത്തെ അവൻ അവിടെ വരക്കും. എന്നിട്ട് നേരെ ഇവളുടെ മുഖത്ത് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഇവൾ അത് കണ്ടിട്ട് പെട്ടെന്ന് ഇവൻ ആകെ ഞെട്ടിയിട്ട് ഇവളെ ഇങ്ങനെ നോക്കുകയാണ്. അതായത് ബ്ലാക്കിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ വരച്ചതല്ലേ. എന്നിട്ട് അവളത്രക്കും ഈ ഒരു ക്യാരക്ടറും അവന് ബ്ലാക്ക് വരക്കുന്ന രീതിയും എല്ലാം ഇങ്ങനെ അനലൈസ് ചെയ്ത് പഠിച്ചത് കൊണ്ട് തന്നെ ഇവളെങ്ങാനും ഇനി തന്നെ കയ്യോടെ പിടിച്ചോ എന്നും വിചാരിച്ചു കൊണ്ടാണ് ഇവിടെ ചെങ്ങ ആകെ ടെൻഷനായിക്കൊണ്ടാണ് പിന്നീട് ഇവളെ നോക്കുന്നത്. എന്നാൽ അവൾക്കത് മനസ്സിലായിട്ടില്ലെന്ന് മാത്രമല്ല അവൾ പറയും, നിൻ്റെ ഈ ഒരു ഡ്രോയിങ് ഒട്ടും ശരിയായിട്ടില്ല, ബ്ലാക്കിൻ്റെ ഈ ഒരു ക്യാരക്ടറിനൊന്നും നീ ഒരിക്കലും വരക്കാൻ നിൽക്കരുത് കേട്ടോ, നിൻ്റെ ഡ്രോയിങ് നീ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ട് കളിയാക്കിയാണ്. അതിൽ അവൻക്കും ആശ്വാസമായി, കാരണം അവന് റഫായിട്ടാണ് വരച്ചത്. എന്നിട്ട് ഇവൻ തിരിച്ചും പറയുന്നുണ്ട്, ഓക്കെ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോളാം എന്നൊക്കെ പറയുന്നു. ഏതായാലും അവൾക്ക് കിട്ടിയ ഒരു നിധിയാണ് ഈ ഒരു പേപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ലൈഫ് ലോങ് അത് സൂക്ഷിച്ചു വെക്കും എന്നും പറഞ്ഞ് അവളുടെ ബാഗിൽ ആ ഒരു കുഞ്ഞു നോട്ട് എടുത്ത് വെക്കുകയാണ്.